ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി മിക്സഡ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ദിസ് ഇസ് അസ്ന ജാസ്മിൻ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ മിക്സഡ് ഫ്രൈഡ് റൈസ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം പ്രോൺസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ സോയാ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി നമുക്ക് ബോൺലെസ് ചിക്കനും ഇതേപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതും നമുക്കൊരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രോൺസും ചിക്കനും ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഒരു 3 മുട്ട എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. അതിനുശേഷം ഒരു പാനിൽ അല്പം എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഈ മുട്ട ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചിക്കിയെടുക്കാം. ഈ ടൈമിൽ തന്നെ നമുക്ക് അല്പം ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കടായി എടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വന്ന ശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു 1/4 കപ്പ് ബീൻസ്, പിന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ഒരു സ്വീറ്റ് കോൺ ഓപ്ഷണലാണ് കേട്ടോ. ഇനി അതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് കുക്കായതിന് ശേഷം നമുക്കൊരു 1/4 കപ്പ് ക്യാബേജ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചിക്കനും പ്രോൺസും എഗ്ഗൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ആയതിന് ശേഷം കുക്ക് ചെയ്ത് വെച്ച റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ഞാൻ തലേ ദിവസം കുക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതേപോലെ റൈസ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. 2 തവി വെച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തിട്ടെടുക്കാൻ, അല്ലെങ്കിൽ റൈസ് പെട്ടെന്ന് ബ്രേക്കായി പോകും. നമ്മൾ റൈസ് നേരത്തെ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ റൈസൊക്കെ ബ്രേക്ക് ആവാതെ കിട്ടും നമുക്ക്. ഇനി ലാസ്റ്റായിട്ട് അല്പം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മിക്സഡ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.